മറ്റൊരു ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. ജനസംഖ്യാ ശാസ്ത്രവും വരാനിരിക്കുന്ന 2026 ഡീലിമിറ്റേഷനും. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം 2026 തിരുത്തി എഴുതപ്പെടുന്നത്. ബംഗ്ലാദേശിൽ നിന്നും നേപ്പാളിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റം കാരണം ബീഹാറിലെ സീമാഞ്ചൽ മേഖലയിലും ബംഗാളിലെ അതിർത്തി ജില്ലകളിലും വലിയ ജനസംഖ്യാ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കുടിയേറ്റം കേവലം ഒരു ജനസംഖ്യ പ്രശ്നമായല്ല, മറിച്ച് ചൈനീസ് അതിർത്തിയിലേക്കുള്ള സൈനിക സപ്ലൈ ലൈനുകൾക്ക് മുകളിലിരിക്കുന്ന ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ ഭീഷണിയായാണ് ന്യൂഡൽഹി കാണുന്നത്. ഈ പ്രദേശം കേന്ദ്രഭരണ പ്രദേശമാക്കുന്നതോടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി അനധികൃത കുടിയേറ്റക്കാരെ ഉപയോഗിക്കുന്ന പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ അധികാരം ഇല്ലാതാകും. അതിർത്തി സുരക്ഷ പൂർണ്ണമായും കേന്ദ്ര എൻഫോഴ്സ്മെന്റിന്റെ കൈകളിൽ ഭദ്രമാകും. ഇപ്പോൾ പൊതുജനങ്ങൾ കാണുന്നത് ഒരു സാധാരണ പ്രാദേശിക രാഷ്ട്രീയ പോരാട്ടം മാത്രമാണ്. എന്നാൽ തിരശ്ശീലയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. തങ്ങളുടെ ആഭ്യന്തര അതിർത്തികൾ പുനർനിർമ്മിച്ച് അതിശക്തമായ ഒരു സൈനിക കോട്ട പണിയാനുള്ള കഠിന ശ്രമത്തിലാണ് ന്യൂഡൽഹി. കാരണം നാളെ ചൈനീസ് ടാങ്ക്